മനുഷ്യര് മാത്രമല്ല കേട്ടോ ഈ ചക്ക കഴിക്കാറ്, പാമ്പുകളും കഴിക്കാറുണ്ട്. ഇന്നലെ വൈകുന്നേരം വലിയൊരു പാമ്പ് ഈ പ്ലാവിന്റെ മൂട്ടിലുണ്ടായിരുന്നത്രേ. എന്നിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോ പാമ്പിന്റെ പൊടി പോലും പ്ലാവിന്റെ മൂട്ടില്ലായിരുന്നു, കുറച്ച് ചക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞാനും മോനും കൂടെ പറമ്പ് മൊത്തം തെണ്ടി നടന്ന് വായി നോക്കിയിട്ട് വീട്ടിൽ വന്നപ്പോ അമ്മ ദേ നിന്ന് ദോശ ഇടുവാണേ. മിക്കവാറും ഗ്യാസിന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാവും, അപ്പൊ മൊത്തത്തിൽ എല്ലാവരുടെ കാര്യത്തിലും ഒരു തീരുമാനമാവും കേട്ടോ. ഇത് ഏതാ ഈ കിച്ചൺ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ അന്താളിച്ച് നോക്കണ്ട. ഇത് വിതിരയിലെ അമ്മ വീടാണ്. ഞങ്ങൾ 2 ദിവസമായി ഇങ്ങോട്ട് ലാൻഡ് ചെയ്തിട്ടെ. എന്റെ വീട്ടിൽ ഈയിടായിട്ട് എപ്പോ സാമ്പാർ ഉണ്ടാക്കിയാലും ദേണ്ട ഇതുപോലെ ഒരു ലോഡ് ക്യാരറ്റ് ഉണ്ടാവും. കാരണം എന്റെ വീട്ടിലെ ക്യാരറ്റ് മാത്രം കഴിക്കുന്ന ഒരു മുയൽ കുഞ്ഞുണ്ട് കേട്ടോ, ചീതൂട്ടി. ഉച്ചയ്ക്ക് നല്ല ഒന്നാന്തരം ചക്ക വേവിച്ചതും മീൻകറിയും കൂടെ തട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ചക്ക അടുത്ത് താഴെ ഇട്ടാണ്. അമ്മതേ ചക്ക വേവിക്കാനുള്ള വിറകൊക്കെ ഇവിടെ പറക്കി കൂട്ടുന്നുണ്ട് കേട്ടോ. ചക്ക തള്ളി താഴെ ഇട്ടപ്പോ എന്നാ പിന്നെ ഞാൻ എടുക്കാം അമ്മയെന്ന് പറഞ്ഞ് ചീതൂട്ടി ഇതേ ഓടിപ്പോയി ചക്കയുടെ അടുത്ത് നിൽപ്പുണ്ടേ. അങ്ങനെ ചക്ക വേവിച്ചതും മീൻകറിയും കൂട്ടി തട്ടാം എന്നുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ ആകമാനം മൊത്തം തെറ്റിച്ചുകൊണ്ട് ഇത് പഴുത്ത ചക്കയായി മാറിയിരിക്കുകയാണ് കേട്ടോ. ഒരാൾ തിരി കത്തിച്ച് വെക്കുന്നുണ്ട് ചക്ക പൂജിക്കാനാണെന്ന് വിചാരിക്കണ്ട, ഒടുക്കരത്തെ കൊതുകാണ് ഇവിടെ. ചക്ക മുറിച്ചെടുത്തപ്പോ അച്ഛൻ പറയാ ഇന്നലെ പ്ലാവിന്റെ മൂട്ടിൽ കിടന്ന് കറങ്ങിയ പാമ്പിന് ചക്കകത്താകാൻ കയറി ഒളിച്ചിരിക്കുന്നുണ്ടോ ആവോന്ന്. ഏയ് പാമ്പിന് കയറിയിരിക്കാനുള്ള സ്പേസ് ഒന്നും ഇതിനകത്തില്ല, പക്ഷെ നല്ലോണം സ്പേസ് ഉണ്ട് പുഴുവിന് കയറിയിരിക്കാനല്ലേ. പക്ഷെ പുഴുവൊന്നും ഇല്ലായിരുന്നല്ലോ, ഒന്നാന്തരം അടിപൊളി ചക്കയായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.